കൃപാസന മാതാവിന്റെ തിരുസ്വരൂപം ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ മരിയൻ വാലിയിൽ പ്രതിഷ്ഠിച്ചു. പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളുമായി ആഴമേറിയ ബന്ധമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ക്വീൻസ്ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന മരിയൻ വാലി. ലോകമെമ്പാടുമുള്ള മാതാവിന്റെ ദർശനങ്ങളുടെയും മരിയൻ ഭക്തരുടെയും ആഗോള സംഗമവേദിയാണ് ഈ പുണ്യഭൂമി. മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നേരത്തെ സ്ഥാപിച്ചിരുന്നു. രണ്ടാമതായി കൃപാസന മാതാവിന്റെ തിരുസ്വരൂപം സ്ഥാപിക്കുകയാണ്. അതിനായി ഓസ്ട്രേലിയയിലെത്തിയ കൃപാസന സ്ഥാപകനും ഡയറക്ടറുമായ ഫാദർ VP ജോസ് വിലൈവീട്ടിൽ ശാലോം ന്യൂസിനോട് സംസാരിക്കുന്നു. ദൈവീക കാര്യങ്ങൾ സാധാരണ സംഭവിക്കുന്നത് വളരെ ഭാരചുരുക്കത്തിലാണ് സംഭവിക്കുന്നത്. അതായത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അപ്പം അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത വലിയ കാര്യം ഈശോനെ ലോകത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഉപകരണമാക്കിയതാണ്. ഞങ്ങളുടെയും ജോലി അത് തന്നെയാണ്, അമ്മയുടെ ജോലി തന്നെ. ആ മരിയം മിഷൻ എന്ന് പറയണത് ലോകത്തിന് ഈശോനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഉപകരണമാക്കി. അപ്പോൾ ദൈവം തന്നെയാണ് ഇവിടുത്തെ കുറേ മലയാളി സഹോദരങ്ങളെ, ഇപ്പോൾ ടോമിയുണ്ട്, അതുപോലെ തന്നെ മഞ്ജു ഉണ്ട്, സഞ്ജയ്, അതുപോലെ തന്നെ ഷെർലിൻ, ഇങ്ങനെ കുറേ കുടുംബാംഗങ്ങളെ അവരൊരുമിച്ച് കൂട്ടിക്കൊണ്ടൊരു മലയാള കുടുംബങ്ങൾ ഒരുമിച്ച് കൂട്ടി അവരുടെ ഇനിഷ്യേറ്റീവിൽ ഇത് വന്നത്. അപ്പോൾ ദൈവം അവരെയാണ് ഉപകരണമാക്കിയത്. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് എനിക്കും കൂടി വരാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ഈ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശക്തനായവൻ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവമാണ് ചെയ്തിരിക്കുന്നത്. വലിയ കാര്യമായതുകൊണ്ട് വലിയ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നാണ് നമ്മളെല്ലാം ഉപകരണങ്ങളാണ്. അപ്പോൾ ഞാനും വിജയകുമാർ സാറും കൂടി ഒരിക്കൽ ഞങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെ വേളാങ്കണ്ണി തീർത്ഥാടനം നടത്തും. ഒരു പ്രാവശ്യം തീർത്ഥാടനം നടത്തിയ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കോയമ്പത്തൂർ ട്രെയിനിൽ വരുന്ന സമയത്ത് ആണ് കൃപാസനം മാതാവിൻ്റെ രൂപം എല്ലാ രാജ്യങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ഉണ്ടായി. പക്ഷേ വി ഡോണ്ട് ഹൗ ടു ഡു ഇറ്റ്. ഞങ്ങൾക്ക് അതിനകത്ത് റോളില്ലായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വോളണ്ടറി ആയിട്ട് ഇനിഷ്യേറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ആര് വരുമോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ടോമിയൊക്കെ വന്ന് ഞങ്ങളോട് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകണത് മാതാവ് അവരെ ഉപകരണമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകണത്. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം ഇന്ന് വരെ ഉണ്ടായ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ വെച്ച് ഏറ്റവും ടോപ്പായിട്ടുള്ള സന്ദേശമാണ്. വെച്ച് കഴിഞ്ഞാൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിച്ചത് വല്ല കലാമിറ്റീസ് പോലെ, നാച്ചുറൽ കലാമിറ്റീസ് വല്ലതായിരിക്കും, അല്ലെങ്കിൽ യുദ്ധങ്ങളായിരിക്കും എന്നാണ്. പക്ഷേ യുദ്ധങ്ങളല്ലല്ലോ. ദുരന്തം എന്താണ്? മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വിശുദ്ധ വചനം എടുത്ത് മാറ്റുന്ന സാത്താൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കണേ. വേറെ എന്താ, കുഞ്ഞുങ്ങളുടെ പോലും വേദപാഠങ്ങൾ മുടക്കുന്ന എത്ര രാജ്യങ്ങളിലാണ് വേദപാഠം മുടക്കിയിരിക്കണേ? എത്ര സ്കൂളുകളിൽ നിന്നാണ് ഒരു കുരിശുരൂപം എടുത്ത് മാറ്റിയിരിക്കണത്? എന്ന് വെച്ചാൽ വിശ്വാസം എടുത്തു മാറ്റുക എന്നുള്ള സാത്താൻ്റെ ഏറ്റവും വലിയ ആത്മീയ ദുരന്തമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സെയിം സെക്സ് മാരേജൊക്കെ പോലുള്ള സംഭവങ്ങൾ വരുന്നില്ലേ, അതൊക്കെ ബൈബിൾ അതിനെയൊക്കെ വളരെ തിന്മയുടേതിനെ കാണുന്നത്. വേറെ എന്തെല്ലാം കോംപ്രമൈസ് പറഞ്ഞാലും ബൈബിൾ അതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് ചെല്ലുന്തോറും ഉണ്ടാകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു വരികയും കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ സാത്താൻ്റെ രാജ്യം അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, സാത്താൻ്റെ തലയെ തകർക്കാൻ വേണ്ടി ദൈവം ഒരാളെ മാത്രം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്, മറിയത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മറിയത്തെ പ്രതിഷ്ഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ്റെ തലയെ ചവിട്ടാൻ വേണ്ടി ഒരു ദൈവ സങ്കേതം സ്ഥാപിക്കുന്നതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ മിഷൻ അതാ വെച്ചാൽ കർത്താവിനെ അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അത് അമ്മ ചെയ്ത ജോലിയാണ്. അമ്മയാണ് ആദ്യമായിട്ട് ഈശോനെ ലോകത്തിൽ സ്വീകരിച്ചത്, അമ്മയാണ് വയറ്റിൽ ഈശോനെ സ്വീകരിച്ചത്, അമ്മയാണ് ലോകത്തിന് ഈശോനെ പെറ്റ് വളർത്തി കൊടുത്തത്. ആ ജോലിയിലൂടെ മാത്രമേ ഈ ദുരന്തത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മരിയൻ മിഷൻ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നതാണ്, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. ഇഫ് വി ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. ഇത് ഗോഡ് അല്ലെങ്കിൽ സിൻസിയറാണ്. പക്ഷേ വിഷയം എന്ന് പറയുന്നത്
നമ്മളുടെ സിൻസിയറിറ്റിയും സീരിയസ്നെസ്സും ഈ രണ്ടും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ വലിയ കാര്യങ്ങൾ ചുമതലപ്പെടുത്തും. ദൈവത്തിന് വലിയ കാര്യങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ചുള്ള മിഷന് വേണ്ടി ദൈവം ചുമതലപ്പെടും. നമ്മളൊരു വിശ്വാസിയായി മാറാതെ ഒരു സാക്ഷിയായി കർത്താവ് അവിടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിശ്വാസിയായിട്ടിരുന്ന വലിയ കാര്യമില്ല, കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ.